ഇപ്പോൾ നിങ്ങളോട് പറയുന്നു, നിങ്ങളിപ്പോൾ 1-ാം ക്ലാസ്സിലല്ല. അത് 1-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് എടുക്കേണ്ട ക്ലാസ്സാണ്. ഏത് മനുഷ്യൻ അള്ളാഹ് പഠിച്ചത് ഇബാദത്ത് ചെയ്യാനാണ് എന്ന് 1-ാം ക്ലാസ്സിലെ വിശദീകരണമാണ്. നിങ്ങൾ 1-ാം ക്ലാസ്സിൽ നിന്ന് ഇപ്പോൾ പാസ്സായിട്ടുണ്ട്. ഒരു വർഷമായല്ലോ ഇപ്പോൾ ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് നിങ്ങൾ ആർജിച്ച ആ നിലവാരം വെച്ച് ഞാൻ പറയാണ്, മനുഷ്യ ജിന്ന് വിഭാഗത്തിന് സ്പെഷ്യലായി അള്ളാഹു കൊടുത്ത സ്ഥാനവും ഈ 2 വിഭാഗത്തെ അള്ളാഹു പടക്കാൻ കാരണമായതും ആ പഠനത്തിന്റെ പിന്നിൽ അള്ളാഹു പ്ലാനിട്ടതും ലക്ഷ്യമാക്കിയതും ഇബാദത്തല്ല. എന്തുകൊണ്ട് ഇബാദത്ത് എല്ലാ ചരാചരങ്ങൾക്കും ഉണ്ട്, എല്ലാ ജന്തുക്കൾക്കും ഉണ്ട്, എല്ലാ മരങ്ങൾക്കും ഉണ്ട്, എല്ലാ അചേതന സചേതന വസ്തുക്കൾക്കും ഇബാദത്ത് ഉണ്ട്. ഇതാരാ പറഞ്ഞത്? അള്ളാഹ് പറഞ്ഞു. എവിടെ പറഞ്ഞു? ഖുർആനിൽ പറഞ്ഞു. ഞാൻ നിങ്ങളോട് ഓതിയിട്ടുണ്ടത്. വഇൻ മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദി വലഹു യസ്ജുദു മൻ ഫിസ് സമാവാതി വൽ അർദ് വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർദ് കുല്ലുൻ ഖദ് അലിമ സ്വലാതഹു വതസ്ബീഹഹു അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് പ്രഖ്യാപിക്കാത്ത ഒരു പടപ്പും ഒരു സൃഷ്ടിയും ഈ ലോകത്തില്ല. എല്ലാ ചരാചരങ്ങളും നിസ്കാരം പഠിച്ചിട്ടുണ്ട്, അവകളുടെ തസ്ബീഹ് പഠിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, എല്ലാം മുസ്ലിങ്ങളാണ്. ഇവിടത്തെ കല്ലും മണ്ണും മരങ്ങളും അരുവികളും പറവകളും ജന്തുക്കളല്ലാത്തതും എല്ലാം മുസ്ലിങ്ങളാണ്. പൗരത്വത്തിൽ നിന്ന് നമ്മളല്ലേ പുറത്താക്കാൻ പറ്റുള്ളൂ? ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും മുസ്ലിങ്ങളാണ്. ഞാൻ പറഞ്ഞതിനനുസരിച്ചേ നീങ്ങുള്ളൂ, എനിക്കനുസരിച്ചേ നീങ്ങുള്ളൂ എന്ന് ഉടമസ്ഥനായ തമ്പുരാൻ. ഇതൊരു ചെറിയ സംഭവമല്ല ഇസ്ലാം. അതുകൊണ്ട് ഇസ്ലാമും തസ്ബീഹും അൽഹംദുലില്ലയും നിസ്കാരവും ഒന്നും മനുഷ്യനും ജിന്നിനും മാത്രം സ്പെഷ്യലായിട്ടുള്ളതല്ല എന്നാര് പറഞ്ഞു? അള്ളാഹ് ഖുർആനിൽ പറഞ്ഞു. പിന്നെ എന്താ ഈ മനുഷ്യന്റെയും ജിന്നിന്റെയും പ്രത്യേകത? ഇബാദത്ത് ഉസ്താദേ വഅദിൽ കേട്ടിട്ടുണ്ടല്ലോ, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യരെയും ജിന്നുകളെയും ഞാൻ പടച്ചത് ഇല്ലാ ലിയഅ്ബുദൂനി. അവിടെ ഇബാദത്തല്ലേ പറഞ്ഞത്? പിന്നെ മൊയ്തേരല്ല എന്ന് പറഞ്ഞാൽ ശരിയാകുമോ? ഈ ഇബാദത്ത് ഏത് ഇബാദത്താണ്? അറിഞ്ഞു വണങ്ങാൻ വേണ്ടി. എങ്ങനെ? ഇല്ലാലി അഅ്ബുദൂനി എന്ന് പറഞ്ഞാൽ ഇല്ലാലി അഅ്രിഫൂനി എന്നാണ് മഹാനായ ഇമാം റാസി തന്റെ തഫ്സീറിൽ ഒരു അഭിപ്രായമായി അർത്ഥമായി രേഖപ്പെടുത്തിയത്. ഇമാം ഖുർത്തുബി അടക്കമുള്ള മുഫസ്സിറുകളൊക്കെയും മഹാനായ താബിഈങ്ങളിൽപ്പെട്ട പ്രസിദ്ധനായ മുജാഹിദ് റഹിമഹുല്ലാ പറഞ്ഞ അർത്ഥം ഇല്ലാലി അഅ്ബുദൂൻ, എനിക്കാരാധിക്കാൻ വേണ്ടി പഠിച്ചു എന്നല്ല. കാരണം പലതും ആരാധിക്കുന്നുണ്ട്. ഇല്ലാലി അഅ്രിഫൂനി, എന്നെ അറിഞ്ഞു വണങ്ങാൻ. ഇല്ലാലി അഅ്രിഫൂനി, എന്നെ അറിഞ്ഞ്, എന്നെ പഠിച്ച്, എന്നെ അടുത്തറിഞ്ഞ് എനിക്ക് വഴിപ്പെടാൻ വേണ്ടി മാത്രമാണ് മനുഷ്യരെയും ജിന്നിനെയും പഠിച്ചത്. അപ്പൊ അറിയുക എന്ന ക്വാളിറ്റി, അറിയുക, അള്ളാഹുവിനെ റബ്ബിനെ അറിയുക എന്ന പ്രത്യേകത അതാർക്കേ ഉള്ളൂ? മനുഷ്യർക്കും ജിന്നുകൾക്കും മാത്രമേ ഉള്ളൂ. അത് ഖുദ്സി ഹദീസിൽ കാണാം അള്ളാഹ് പറഞ്ഞത്, കുൻതു കൻസൻ മഖ്ഫിയ, ഞാൻ മറഞ്ഞു കിടക്കുന്ന ഒരു നിധിയായിരുന്നു. അള്ളാഹു പറയാൻ, ആർക്കും അറിയാത്ത, ആർക്കും വ്യക്തമാകാത്ത, ആർക്കും ഒട്ടും പരിചയമില്ലാത്ത മറഞ്ഞു കിടക്കുന്ന നിധിയായിരുന്നു ഞാൻ. ഫഅറദ്തു അൻ ഉഅറഫ, ഞാനൊന്ന് ഫേമസ് ആകാൻ തീരുമാനിച്ചു, ഞാനൊന്ന് അറിയപ്പെടാൻ തീരുമാനിച്ചു, ഞാനൊന്ന് പ്രസിദ്ധനാകാൻ തീരുമാനിച്ചപ്പോ ഞാൻ എന്താ ചെയ്തത്? ഫഖലഖതുൽ ഖലായിഖ്, അപ്പോഴാണ് ഞാൻ സൃഷ്ടിപ്പ് തുടങ്ങിയത്. ആ സൃഷ്ടിപ്പിൽ എല്ലാവർക്കും എന്നെ താങ്ങാനാവൂല, മലക്കാകൂല,
പർവ്വതങ്ങൾക്കാവൂല എന്നൊക്കെ അള്ളാഹ് പറഞ്ഞു. എൻ്റെ അമാനത്ത് വഹിക്കാൻ പോലും പറ്റൂല എന്ന് പറഞ്ഞിട്ടില്ലേ? എന്നെ കുറിച്ചുള്ള അറിവും വിശ്വാസവും അമാനത്തായി വഹിക്കാൻ പര്യാപ്തനായവൻ അൽ ഇൻസാൻ, മനുഷ്യനാണ് അതിന് പ്രാപ്തനായ ആള്. ഫാത്തിഹയിൽ അതാ വിഷയം തന്നെ അതാണ്. അല്ലാ എന്ന പ്രയോഗം ബിസ്മി കഴിഞ്ഞാൽ ഫാത്തിഹയിൽ എത്ര വട്ടം പ്രയോഗിച്ചിട്ടുണ്ട്? അല്ലാഹു എന്ന പേര് സൂറത്തുൽ ഫാത്തിഹയില് ബിസ്മി ആണ് കഴിഞ്ഞാൽ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്? കണക്കൂട്ടി വെക്കേണ്ടി വരും അല്ലേ? ഒരു തവണ, ഒറ്റ തവണ സ്റ്റാർട്ടിങ്ങിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ കഴിഞ്ഞു. പിന്നെ അള്ളാനെ പറയൂല. പിന്നെ റഹ്മാനെ പറയുന്നു, റഹീമിനെ പറയുന്നു, റബ്ബുൽ ആലമീനെ പറയുന്നു, മാലിക് യൗമിദ്ദീനെ പറയുന്നു. അള്ളാനെ പിന്നെ പറയൂല. പിന്നെ അള്ളാഹുവിലേക്കുള്ള അഡ്രസ്, മേൽവിലാസങ്ങള്, വഴികാട്ടലുകള്, ഇത് മാത്രമാണ് ഫാത്തിഹ. അവസാനത്തെ 2 ദീർഘമായ ആയത്തില്ലേ, അത് അള്ളാഹുവിലേക്കുള്ള വഴിയാണ്. അള്ളാഹുവിലേക്കുള്ള എന്താണ് വഴി? സിറാത്തും മുസ്തഖീം, നേരായ പിഴക്കാത്ത കുണ്ടും കുഴിയൊന്നും ഇല്ലാത്ത, നമ്മളെ സുധാകരന്റെ റോഡൊന്നും അല്ല, കോടതി ചീത്തറിഞ്ഞ സുധാകരൻ ഉണ്ടല്ലോ, അതൊന്നും അല്ല, നേരെ നാഷണൽ ഹൈവേ, സിറാത്തും മുസ്തഖീം, ചൊവ്വായ പാത. ആ പാതയെ കുറിച്ചാണ്, അതും അള്ളാഹുവിലേക്ക് വഴി കാട്ടുകയാണ്. അപ്പൊ ഫാത്തിഹ മൊത്തം അള്ളാഹുവിലേക്ക് വഴി കാണിക്കുക. എങ്ങനെ ഈ അള്ളാഹുവിലേക്ക് വഴി കിട്ടുക? മുയ്യരൻ പറഞ്ഞു പോയാൽ പോരല്ലോ. ഞാൻ നിങ്ങളോടൊരു ഖുദുസിയായ ഹദീസ് മുമ്പ് ഓതി വെച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി ഒക്കെ ഉദ്ധരിച്ച ഹദീസ് തന്നെയാണത്, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതൊന്ന് ആഴത്തിൽ ചിന്തിക്കാൻ വേണ്ടി ഒന്നുകൂടെ സമർപ്പിക്കുക നിങ്ങളെ മുന്നിൽ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഉടമസ്ഥനായ റബ്ബ് പറഞ്ഞിട്ടുണ്ട്, മക്കളെ, അല്ലാഹ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അപ്രാപ്യമല്ല. നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. പടച്ചവനെ കുറിച്ചൊരു അന്തവും കുന്തും കിട്ടൂല. എത്ര അധ്വാനിച്ചാലും റബ്ബേറ്റൊരു അടുപ്പം കിട്ടൂല. അവനാ 7 ആകാശത്തിന്റെ അപ്പുറത്ത്, അദൃശ്യ ലോകത്ത്, അനന്ത ലോകത്ത് അരൂപിയായി അങ്ങനെ നിലകൊള്ളുന്നു. ഞാനും ആ പടച്ചോനും തമ്മിലൊന്നും ബന്ധം കിട്ടൂല എന്ന് എൻ്റെ മക്കൾ തെറ്റിദ്ധരിക്കരുതേ. എന്നിട്ട് പറയാണ് ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, എൻ്റെ മക്കൾ കേട്ടോളൂ, നിങ്ങളുടെ റബ്ബ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്താ റബ്ബ് പറഞ്ഞത്? ഇദാ തഖറബൽ അബ്ദു ഇലയ്യ ശിബ്റൻ. നിങ്ങൾ കേട്ട ഹദീസ. എൻ്റെ ഒരു അടിമ താല്പര്യത്തോടുകൂടെ ഒരു ചാണ് എന്നിലേക്ക് അടുത്തു വന്നാൽ, തഖറബതു ഇലൈഹി ദിറാഅ, ഒരു മുഴം ഞാൻ അവനിലേക്ക് അടുത്തു നിൽക്കും. അല്ലാഹ്, ഇത് തർക്കല്ല കേട്ടോ, ഈ ഹദീസിൽ തർക്കല്ല, ഒരാൾക്കും തർക്കല്ല. ഇന്നിപ്പോൾ നമ്മൾ മുസ്ലിം ഉമ്മത്തിലെ വിവിധ സംഘടനക്കാരും ആശയക്കാരൊക്കെ വന്നില്ലേ, എല്ലാവരും അംഗീകരിക്കുന്ന ഹദീസ് അത്. ഒരു ചാണ് എൻ്റെ അടിമ എന്നിലേക്ക് ഇങ്ങോട്ട് അടുത്താൽ, ചിന്തിക്കണം കേട്ടോ, തഖറബതു ഇലൈഹി ദിറാഅ, ഒരു മുഴം, അവൻ ഒരു ചാണല്ലേ അടുത്തത്, ഞാൻ ഒരു മുഴം അങ്ങോട്ട് കൊടുക്കും. വഇദാ തഖറബ ഇലയ്യ ദിറാഅ, എൻ്റെ അടിമ ഒരു മുഴം എന്നിലേക്ക് അടുത്തു വന്നാൽ, തഖറബ്തു ഇലൈഹി ബാഅ, ഒരു വാര ഞാൻ അവനിലേക്ക് അങ്ങോട്ടെടുക്കും. എന്തൊരു വാര? ബാഅ എന്ന് പറഞ്ഞ അളവ് അറബിയിൽ, ഒരു മനുഷ്യൻ 2 കൈയും ഇങ്ങനെ പിടിച്ചാൽ എത്ര ഉണ്ട് അത്ര, അതൊരു മനുഷ്യന്റെ ഹൈറ്റാണ്. ഇപ്പൊ ഇങ്ങനെ കണ്ടാൽ തോന്നുന്നു മുസ്ലിയാർ ഹൈറ്റ് ഇപ്പം ഈ 2 കൈയും കൂടിയതുണ്ട് എന്ന് കിടന്നിട്ട് ഇങ്ങനെ വെച്ചിട്ടൊന്ന് വരച്ചു നോക്ക്, എന്നിട്ട് പിന്നെ കാലും പാതുവാക്കി വെച്ച് നോക്ക്, ഒരേ ഹൈറ്റ് ആയിരിക്കും. ഒരാളെ പൊക്കാത്, ഒരു വാര. ഒരു മുഴം എൻ്റെ അടിമ എന്നിലേക്ക് അടുത്താൽ ഞാൻ ഒരു വാര അവനിലേക്ക് അടുക്കും. നിർത്തിയില്ല. വഇദാ അതാനി യംശി, എൻ്റെ അടിമ എന്നിലേക്ക് നടന്നു വന്നാൽ, അതൈതുഹു ഹർവലതൻ, ഞാൻ അവനിലേക്ക് ഓടിയടുക്കും. എങ്ങനെയാണ് ഈ അടുക്കല്? എങ്ങനെയാണ് ഈ അടുക്കല്? ഇപ്പൊ ഈ മിമ്പറിലേക്ക് അടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എൻ്റെ വീട്ടിലേക്ക് ഞാൻ അടുത്തു എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട്.
എൻ്റെ കടയിലോട്ട് ഞാൻ അടുത്തു, എൻ്റെ ഭാര്യയിലേക്ക് മക്കളിലേക്ക് അടുത്തു എന്ന് പറഞ്ഞാൽ കാരണം അതൊക്കെ ഒരു സ്ഥലത്താണ്, സ്ഥലം നിർണയിക്കപ്പെട്ടതിലേക്ക് അടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ എങ്ങനെ അടുക്കുക? എവിടെയെങ്കിലും ഒരു സ്ഥലത്താണെങ്കിലല്ലേ അടുക്കാൻ പറ്റുള്ളൂ, അകലാൻ പറ്റുള്ളൂ. അല്ലാഹു മുനസ്സഹുൻ അനിൽ ജിഹാത്തി വൽ മകാൻ. അല്ലാഹു സ്ഥലകാലങ്ങളിൽ അതീതനാണ്, ദിശകൾക്ക് അതീതനാണ്. ഇന്ന ദിശയിൽ, ഇന്ന ഭാഗത്ത്, ഇന്ന സ്ഥലത്ത് എന്ന് റബ്ബിനെ കുറിച്ച് പറയാൻ പാടില്ല, പറയാൻ സാധിക്കുകയുമില്ല. അത്തരം പ്രയോഗങ്ങളിൽ നിന്നൊക്കെ അല്ലാഹു മുനസ്സഹാണ്, പരിശുദ്ധനാണ്. എന്താണ് ഈ അടുക്കൽ? പിന്നെ അത് നമ്മൾ പഠിക്കണ്ടേ? എന്നാലല്ലേ അടുക്കാൻ പറ്റുള്ളൂ. എങ്ങനെ അടുക്കല്? അടിമയുടെ ആഗ്രഹവും പരിശ്രമവുമാണ് അടുക്കൽ. അതന്നെ അടിമയുടെ ആഗ്രഹം. എൻ്റെ അല്ലാ, എൻ്റെ അല്ലാ, എൻ്റെ അല്ലാ, നിന്നെ എനിക്ക് മനസ്സിൽ എപ്പോഴും വേണമല്ലാ, മനസ്സിൽ നിന്നെ കുറിച്ചുള്ള ഉറപ്പ് വേണമല്ലാ. ആഗ്രഹം, ആഗ്രഹം മാത്രം പോരാ. അടുക്കൽ എന്നുള്ള പണിയപ്പോ ഞാൻ പറഞ്ഞിരുന്നത്. ഒന്ന് ആഗ്രഹം, രണ്ട് പരിശ്രമം. ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞാൽ നടക്കുവോ? ഹജ്ജിന് പോകാൻ ആഗ്രഹിച്ചിട്ട് കുറെ കാലമായി, നടന്നിട്ടില്ല, പരിശ്രമിച്ചിട്ടില്ല. ആഗ്രഹം പരിശ്രമമായി വരണം. റബ്ബിനെ ആഗ്രഹിക്കുക, ആ ആഗ്രഹത്തിനനുസരിച്ചുള്ള പരിശ്രമം. ആ പരിശ്രമത്തിന്റെ ഭാഗമാണ് നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുക, ഖുർആൻ വ്യാഖ്യാനം വായിക്കുക, ഖുർആൻ ക്ലാസ്സിൽ വരിക, മഹാന്മാരായ പണ്ഡിതന്മാരുമായി സഹവസിക്കുക. ഇതൊക്കെ റബ്ബിനെ അറിയുന്നതിലേക്കുള്ള പരിശ്രമ മാർഗങ്ങളാണ്. ആഗ്രഹവും പരിശ്രമവും അതൊരു ചാണളവില്, ഒരു ചാണളവില് ആഗ്രഹവും പരിശ്രമവും ഉണ്ടോ? ഒരു മുഴം അള്ളാഹു ഇങ്ങോട്ട് വന്ന് നിന്ന് തരും. ഒരു മുഴം പരിശ്രമം ഉണ്ടോ? മുസ്ലിയാരെ, ഞങ്ങളിപ്പോ ഒരു മുഴൊന്നും അല്ലല്ലോ, ഞങ്ങളെല്ലാ ഞായറാഴ്ചയും വരുന്ന ടീമല്ലേ, എന്നിട്ട് എന്താ തിരിയാത്തത്? തിരിയും കൂട്ടരെ, ഇക്കമാരെ തിരിയും. ഈ പറഞ്ഞയിടത്തേക്ക് നിങ്ങൾ എത്തി, ഇതൊന്ന് ഉൾക്കൊണ്ടെന്ന് ജീവിക്കാൻ ശ്രമിച്ചോളൂ, തിരിയും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.